നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല പ്രവർത്തികളായിട്ടും ജോലികളായിട്ടും എൻഗേജ് ചെയ്ത് ജീവിക്കുന്നവരാകാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഡിസ്ട്രാക്ഷൻ. എസ്പെഷ്യലി നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഡിസ്ട്രാക്റ്റ് ആകുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോക്കസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ ലൈഫിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണിലും നമുക്ക് ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാനുള്ള ഒരു കിടിലൻ ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഫോക്കസ് മോഡ്. അപ്പോൾ എന്താണ് ഈ ഫോക്കസ് മോഡ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെ വളരെ എഫക്റ്റീവ്ലി നമുക്ക് ഈ ഫോക്കസ് മോഡ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആപ്പിൾ iOS 15 റിലീസ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ഈ കാണുന്ന സെറ്റിങ്സിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. iOS 15 മുതൽ ഇന്നിപ്പം iOS 17 ആണ്. അതിലേക്ക് വന്നപ്പം ഫോക്കസ് മോഡിന് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവരാൻ സാധിച്ചു. എസ്പെഷ്യലി iOS 17 വന്നപ്പം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന കോളുകളും നോട്ടിഫിക്കേഷനും ഹൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറിൽ നിന്ന് മാറി യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൊടുക്കാൻ നമ്മുടെ ഐഫോൺ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡിവൈസിന് സാധിക്കുന്ന ഒരു ഫീച്ചറാക്കി വളർത്തിയെടുത്ത ഈ ഒരു അഡീഷണൽ ഫീച്ചേഴ്സാണ് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫോക്കസ് മോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ഈ ഫോക്കസ് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ കൊടുത്തേക്കുന്നത് കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം ആപ്പിളിൻ്റെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഫോക്കസ് മോഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് മോഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ കസ്റ്റമൈസ് അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. സോ അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ പേര് എൻ്റർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കളർ, ഇഷ്ടമുള്ള കളർ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫോക്കസിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഗിഫ് ഐക്കണും നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പേജിലാണ് നമ്മളൊരു ഫോക്കസ് A to Z ബിൽഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള സൈലൻറ്റ് നോട്ടിഫിക്കേഷൻ, 2 കസ്റ്റമൈസ് സ്ക്രീനുകൾ, 3 സ്കെഡ്യൂൾ, 4 ഫോക്കസ് ഫിൽറ്റർ. അപ്പോൾ 4 സബ് ഓപ്ഷൻസാണ് നമുക്ക് ഒരു ഫോക്കസ് മോഡ് അല്ലെങ്കിൽ ഫോക്കസ് സെറ്റിങ്സിനകത്ത് ലഭിക്കുന്നത്. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, നോട്ടിഫിക്കേഷൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ പീപ്പിൾ, ആപ്സ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പീപ്പിളിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ ഉള്ളത് ഏതൊക്കെ ആളുകൾ അല്ലെങ്കിൽ കോൺടാക്റ്റുകളിൽ നിന്ന് നമുക്ക് മെസ്സേജുകൾ, അവരുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോക്കസ് മോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് ഡിസ്ട്രാക്ഷൻസ്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫോക്കസ് മോഡ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫോക്കസ് മോഡാണെങ്കിൽ ആ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. സൈലൻറ്റ് നോട്ടിഫിക്കേഷൻ ഫ്രം ഏതൊക്കെ കോൺടാക്റ്റുകൾ, നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റിൽ ഏതൊക്കെ കോൺടാക്റ്റുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ സൈലൻറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം സെറ്റ് ചെയ്യാം. അതായത് ഒരു പർട്ടിക്കുലർ കോൺടാക്റ്റിന് മാത്രം നോട്ടിഫിക്കേഷൻസ് വേണ്ട, അല്ലെങ്കിൽ അവരെ സൈലൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അലൗ നോട്ടിഫിക്കേഷൻസ് ഫ്രം ആണ്. ഏതൊക്കെ കോൺടാക്റ്റുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് അലൗ ചെയ്യണം. സോ അങ്ങനെയുള്ള കോൺടാക്റ്റുകൾ മാത്രം നമുക്കിവിടെ ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടി ഇവിടെ ആഡ് പീപ്പിൾ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിൽ ടാപ്പ് ചെയ്യുക. വേണ്ട കോൺടാക്റ്റുകളുടെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. സോ നമ്മളിവിടെ സെലക്ട് ചെയ്ത കോൺടാക്റ്റുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. മെസ്സേജ് മാത്രമല്ല, നമുക്ക് കോൾ ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസും വേണമെന്നുണ്ടെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ എവരിബഡി, അലൗഡ് പീപ്പിൾ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ മാത്രം അല്ലെങ്കിൽ കോൺടാക്റ്റുകളിൽ നിന്ന് മാത്രം കോൾ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഫേവറേറ്റ്സ്, നമ്മൾ ഫേവറേറ്റ് ചെയ്തേക്കുന്ന കോൺടാക്റ്റുകളിൽ നിന്ന് മാത്രം കോൾ നോട്ടിഫിക്കേഷൻ വരിക. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സെറ്റ് ചെയ്യുക, ഡൺ കൊടുക്കുക. പിന്നുള്ളത് നമുക്ക് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെയും നമുക്ക് അലൗ നോട്ടിഫിക്കേഷനും സൈലൻറ്റ് നോട്ടിഫിക്കേഷനുമാണ്. അത് നിങ്ങൾക്ക് വേണ്ടാത്ത ഏതൊക്കെയാണ്, വേണ്ട ഏതൊക്കെയാണെന്നുള്ളത് സെറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു ആപ്പിൽ നിന്നും കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്പിൽ നിന്നും എനിക്ക് നോട്ടിഫിക്കേഷൻ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അലൗ നോട്ടിഫിക്കേഷൻ ഫ്രം എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാം ഡീസെലക്ട് ചെയ്തേക്കുക. ഇങ്ങനെ ഡീസെലക്ട് ചെയ്ത് ഡൺ അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരാപ്പിൽ നിന്ന് പോലും നോട്ടിഫിക്കേഷൻസ് വരത്തില്ല. ഇത് രണ്ടും കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സബ് മെനു കാണാം, ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം എനേബിൾ ചെയ്തേക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് വരണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാണണം, എവിടെയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഉള്ളത് ഷോ ഓൺ ലോക്ക് സ്ക്രീനാണ്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ ഫോക്കസ് മോഡ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലോക്ക് സ്ക്രീനിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അല്ല കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്തേക്കണം. രണ്ടാമത് ഹൈഡ് നോട്ടിഫിക്കേഷൻ ബാഡ്ജാണ്. ഇത് എനേബിൾ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ ആപ്സ്, നമുക്കിവിടെ ആപ്സ് കാണാൻ സാധിക്കും. ഒരാപ്പിന് പോലും നമുക്കവിടെ ബാഡ്ജ് കാണാൻ സാധിക്കുന്നില്ല. അതായത് ഞാനിപ്പം യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ഫോക്കസ് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അത് ഡിസേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ കാണാം മെസ്സേജിൽ 56 എണ്ണം, യൂട്യൂബിൽ 553 എണ്ണം,
കോളിൽ 4 സോ ഇങ്ങനെയുള്ള ബാഡ്ജസ് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബാഡ്ജസുകൾ ആപ്ലിക്കേഷൻ്റെ മുകളിൽ കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഉള്ളത് സൈലൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. എപ്പോഴും നമുക്ക് സൈലൻ്റ് ആണോ അതോ ലോക്ക് ചെയ്യുമ്പോൾ മാത്രം സൈലൻ്റ് ആയാൽ മതിയോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്പിയറൻസ് ആണ്. അപ്പിയറൻസിൻ്റെ സമയത്താണ് നമ്മൾ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ ഡിം ആകുന്ന കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ ട്രിപ്പ് ഫോക്കസ് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ലോക്ക് സ്ക്രീൻ സെറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ കാണാം കംപ്ലീറ്റ്ലി ഡാർക്ക് ആയി പോകുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഓപ്ഷനാണ് കസ്റ്റമൈസ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് ഓരോ ഫോക്കസ് മോഡിനെയും അല്ലെങ്കിൽ ഫോക്കസ് മോഡിനും ഓരോ ക്യാരക്ടർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും ആദ്യം നമ്മുടെ ലോക്ക് സ്ക്രീൻ ആണ്. സോ നമ്മളിപ്പം ഈ ഒരു ട്രിപ്പ് മോഡിൽ ഏത് ലോക്ക് സ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ ലോക്ക് സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലോക്ക് സ്ക്രീൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതുള്ളത് നമ്മുടെ ഹോം വ്യൂ ആണ്, ഹോം സ്ക്രീൻ ആണ്. സോ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏത് ഹോം സ്ക്രീൻ, അതായത് ഹോം പേജസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോം പേജസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ അവിടെ ഒരു ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജസുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. സോ അങ്ങനെ ആ ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു പേജിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. വൺസ് ഈ ഒരു പേജ് സെറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയി ഇവിടെ നമ്മളുടെ ഹോം വ്യൂ അല്ലെങ്കിൽ ഹോം പേജ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് നിങ്ങളിപ്പം സെറ്റ് ആക്കിയേക്കുന്ന ഏതാണോ അത് ഡൺ കൊടുക്കുക. ഇതിനോടൊപ്പം നിങ്ങൾ ആപ്പിൾ വാച്ച് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിൻ്റെ വാച്ച് ഫേസും ഇതിനോടൊപ്പം സെറ്റ് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ വാച്ചിൽ ഞാനിപ്പം ഇതിലേക്ക് ഈ ഒരു ട്രിപ്പ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ഒരു വാച്ച് ഫേസും മാറുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ കാണാവുന്ന പോലെ വാച്ച് ഫേസ് അങ്ങനെ മാറും. കസ്റ്റമൈസ് സ്ക്രീൻ കഴിഞ്ഞാൽ പിന്നെയുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് സ്കെഡ്യൂൾ. സോ സ്കെഡ്യൂളിനകത്ത് നമുക്ക് സ്മാർട്ട് ആക്ടിവേഷൻ എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതിനെ ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫോൺ തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ ഒരു ഫോക്കസ് മോഡ് അങ്ങ് ഡിസൈഡ് ചെയ്യുവാണ്. അതായത് ഞാൻ രാവിലെ മുതൽ ഈ എൻ്റെ ഫോണിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വർക്കൗട്ട് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ യൂസേജും കൂടെ മനസ്സിലാക്കി ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫോക്കസ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. ഇത് കഴിഞ്ഞാലുള്ള നാലാമത്തെ ഓപ്ഷനാണ് ഫോക്കസ് ഫിൽട്ടർ എന്നുള്ളത്. ഈ ഫോക്കസ് ഫിൽട്ടർ അടിപൊളി സംഭവമാണ്. അതായത് നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ്റെയും അതോടൊപ്പം സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫിൽറ്റേഴ്സ് ലഭിക്കുന്നതാണ്. അതായത് നമ്മളൊരു ഫോക്കസ് മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ കലണ്ടർ സെലക്ട് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫോക്കസ് മോഡാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ പോയി ഈ ഒരു ഫോക്കസ് മോഡ് ഞാൻ സ്വിച്ച് ചെയ്ത് വർക്കായി കഴിയുമ്പം പിന്നീട് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു കലണ്ടർ ആപ്പിനകത്ത് എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം ഇവൻറ്റുകൾ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫോക്കസ് മോഡ് അല്ലെങ്കിൽ ഫോക്കസ് ഫിൽട്ടർ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ പിന്നീട് ഞാൻ സ്വിച്ച് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് മോഡിലേക്കാണ്. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹോം ബേസ് ചെയ്തിട്ടുള്ള മാത്രം അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഇവൻറ്റുകൾ കലണ്ടറിൽ കണ്ടാൽ മാത്രം മതി എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫോക്കസ് ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമതുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മറ്റ് ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളത് സിസ്റ്റം ഫിൽറ്റേഴ്സാണ്. സിസ്റ്റം ഫിൽറ്റേഴ്സിലേക്ക് പോയി കഴിയുമ്പോൾ ഞാനിവിടെ ഡാർക്ക് മോഡ് മാറ്റി ഒരു പർട്ടിക്കുലർ ഫോക്കസ് മോഡ് എനേബിൾ ചെയ്ത് കഴിയുമ്പം ഡാർക്ക് മോഡ് മാറി എനിക്ക് ലൈറ്റ് മോഡ് ആണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഫോക്കസ് മോഡ് ഞാൻ മാറ്റുവാണ്. ട്രിപ്പിലേക്ക് മാറ്റി കഴിയുമ്പം നിങ്ങൾക്ക് കാണാം ഇതിപ്പം ഡാർക്ക് മോഡ് മാറി നമ്മുടെ ലൈറ്റ് മോഡിലേക്ക് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയും നമുക്ക് ഒരു ക്യാരക്ടർ നമുക്ക് ആ ഒരു ഫോക്കസ് മോഡിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫോക്കസ് മോഡ് വൺസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ സെറ്റിങ്സിലുള്ള മറ്റ് രണ്ട് ഓപ്ഷൻസാണ് ഷെയർ അക്രോസ് ഡിവൈസും ഫോക്കസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ ഷെയർ അക്രോസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഐഫോണുകൾ ഇപ്പോൾ നമ്മൾ ഐപാഡോ ഐഫോണോ മാക്കോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോക്കസ് മോഡ് നിങ്ങളുടെ ഐഫോണിൽ വൺ ടൈം നിങ്ങൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് അതേ സെയിം ടൈം നമ്മുടെ ഐപാഡിലും അതോടൊപ്പം മറ്റ് ഐഫോണുകളിലും നമുക്ക് ഈ ഒരു ഫോക്കസ് മോഡ് എനേബിൾ ആകുന്നതായിരിക്കും. രണ്ടാമതാണ് ഫോക്കസ് സ്റ്റാറ്റസ്. സോ ഈ ഒരു ഫോക്കസ് മോഡ് അക്രോസ് ഡിവൈസ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫോക്കസ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുള്ളൂ. ഈ ഒരു സ്റ്റാറ്റസ് എനേബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന പോലെ മെസ്സേജസ് ആപ്പിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കാണാം ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സെറ്റിങ്സ് ആണ് നമ്മളുടെ ഫോക്കസ് മോഡ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഫോക്കസ് മോഡ് നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ നമുക്ക് 2-3 എക്സ്ട്രാ ഓപ്ഷൻസ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് ഇവിടുന്ന് നമുക്ക് ഫോക്കസ് ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഇതല്ലാതെ നമുക്ക് ഐഫോൺ 15 Pro മാക്സ് ഡിവൈസുകളിൽ നമുക്കറിയാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ ഫോക്കസ് മോഡ് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതിന് ആക്ഷൻ ബട്ടൺ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോക്കസ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. വർക്കൗട്ട് ആണെങ്കിൽ അത് ജസ്റ്റ് ഞാൻ ഈ ഒരു ആക്ഷൻ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ ഫോക്കസ് മോഡ് എനേബിൾ ചെയ്യാനും
ഡിസേബിൾ ചെയ്യാനും എനിക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇപ്പം ആക്ഷൻ ബട്ടൺ എല്ലാവർക്കും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിരി ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. സിരി ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമ്മളൊരു ഷോർട്ട് കട്ടിൻ്റെ വിജിറ്റ് ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഷോർട്ട് കട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോക്കസ് മോഡ് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ ഐഫോണുകൾക്കും യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സിരി ഷോർട്ട് കട്ടിലേക്ക് പോവുക, ഷോർട്ട് കട്ട്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ആഡ് ആക്ഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്തിട്ട് സെറ്റ് ഫോക്കസ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇതിൽ നമുക്ക് സ്ക്രിപ്റ്റിങ്ങിനകത്ത് സെറ്റ് ഫോക്കസ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഫോക്കസ് ഏതാ എന്നുള്ളത് ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഫോക്കസ് ആണെന്നുള്ളത് ലഭിക്കും. വർക്കൗട്ട് ആണെങ്കിൽ അതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഓഫ് എന്നുള്ളത് ടാപ്പ് ഓൺ ആക്കി അവിടെ നമുക്ക് വർക്കൗട്ട് ഓൺ അണ്ടിൽ ടേൺഡ് ഓഫ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആക്ഷനിലേക്ക് വരിക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫോക്കസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സെറ്റായി കഴിയുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പത്തിൽ ഒരു സിംഗിൾ ടാപ്പിൽ നമുക്ക് ഇതുപോലെ ഫോക്കസ് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then.